എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഈസി കുക്ക് ഓണരുചിയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളെല്ലാം കാത്തിരുന്ന ഒരു ദിവസമാണ് തിരുവോണം അല്ലേ? നമ്മൾ എന്താ പറയുക, വളരെ സന്തോഷത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ സന്തോഷം, തിരുവോണ ദിവസമായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കൂടുതൽ സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, അത്ത 1 മുതൽ നമ്മളിങ്ങനെ വീട്ടമ്മമാരുടെ പാചകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈ പാചകം ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ല, അത് ഇവർക്ക് പാചകമൊന്നും അറിയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ തിരുവോണ ദിവസം ഞാൻ വിചാരിച്ചു, ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സദ്യയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുത്ത ഓണത്തിനെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന ഈ ഒരു വിഭവം നിങ്ങൾ ഉണ്ടാക്കണം, നല്ലൊരു പായസം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഞാനിങ്ങനെ പായസം ഉണ്ടാക്കുന്നതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം? അല്ല, ഞാൻ തരാൻ പോകുന്ന സന്തോഷം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഒരു കലാകാരിയാണ് ഞാൻ ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, കലാകാരി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നമ്മളൊരാളെക്കുറിച്ച് പറയും, നല്ലൊരു പാട്ടുകാരി വരുന്നു, അല്ലെങ്കിൽ നല്ലൊരു നർത്തകി വരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വിളിക്കാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് തിരുവോണത്തിൻ്റെ സന്തോഷം പങ്കിടാൻ വരുന്ന ആളെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി, എന്താ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരെക്കുറിച്ച് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം നല്ല ഒരു പാട്ടുകാരി, നല്ല ഒരു ക്ലാസിക്കൽ നർത്തകി, നല്ലൊരു സിനിമാറ്റിക് ഡാൻസർ, ഇതൊന്നുമല്ല നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ്, ഇതൊന്നുമല്ല നല്ല ഒരു സഹനടി, ഇനി അതൊന്നുമല്ല നല്ലൊരു നായിക നിലയിലേക്ക് കുതിച്ച് കയറാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ കൃഷ്ണപ്രഭയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തിരുവോണ ദിവസം കാഴ്ചവെക്കാൻ പോകുന്നത്. എല്ലാവർക്കും സന്തോഷമായില്ലേ? തനിക്കിപ്പോ എന്താ വേണ്ടത്? വെള്ളം. ആ മുറി ചെല്ലുമ്പോ ശരിക്ക് വെള്ളം കുടിച്ചോളും. ഓ പിന്നെ, ജപ്തി നോട്ടീസ് വന്നവരാരും ഈ നാട്ടിൽ പെണ്ണ് കെട്ടത്തില്ലായിരിക്കും. നമുക്കിത് വേണ്ടിച്ചായ. ഭാര്യ കൂടാതെ വേറൊരാളെയും കൂടി നോക്കുന്നവനെ ഞങ്ങള് ചവിട്ടി കൂട്ടും. നമസ്കാരം. നമസ്കാരം. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ. എനിക്ക് വയ്യ, കാരണം എനിക്ക് ഇവിടെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൂട്ടുകാരിയാണ്. എനിക്ക് തോന്നുന്നത് ഫീൽഡിൽ വന്ന അന്ന് തൊട്ടല്ലേ നമ്മള്, എനിക്ക് തോന്നുന്നു വരുന്നതിന് മുമ്പേ തന്നെ, അത് അഭിനയ രംഗത്തേക്ക് വരുന്നതിന് മുമ്പേ തന്നെ പരിചയമുണ്ടെന്ന് പറയാം. അപ്പൊ തിരുവോണത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ വന്നിട്ട് ഞാൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞങ്ങൾ കൂടി കഴിഞ്ഞ എപ്പോഴും എനിക്ക് തോന്നുന്നു, ഞങ്ങൾ കൂടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സംസാരത്തിനേക്കാൾ കൂടുതൽ ചിരിയാണ്. കാരണം ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ഈ ഫീൽഡിൽ ഇത്രയും നിഷ്കളങ്കരായ ഒരു അമ്മയും മോളും ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം എന്തെങ്കിലും ഒരു സാധനം അടുത്ത് കൂടി പോയാൽ ഇരുന്ന് ചിരിച്ചോളൂ. അപ്പൊ ആ വിശേഷങ്ങളൊക്കെ. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞാനാണ് ഇന്ന് തിരുവോണ ദിവസമായിട്ട് ഒരു വിഭവം ഇവർക്ക് ഉണ്ടാക്കി. അയ്യോ, അത് മാത്രമേ ഉള്ളൊരു കുഴപ്പം. പക്ഷെ അല്ല, സരിക നല്ല കുക്കാണ് കേട്ടോ. ഞാൻ നല്ലൊരു കുക്കറാണ്. അപ്പൊ നല്ലൊരു ഈസി കുക്കറാണ് ഞാൻ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ പായസം. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, ഹെവി ഉള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുമ്പോൾ ഇത്രയും നല്ലൊരു വലിയൊരു കലാകാരനെ ഞാൻ കൊണ്ടുവച്ചിട്ട് ഇവളുടെ വിശേഷം കേൾക്കാനാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം എല്ലാം കൂടി ആയിട്ട് നമുക്കങ്ങ് പോവാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, ഈ കപ്പ ഇങ്ങനെ ചീകി എടുക്കാം. അപ്പൊ ഈ ചീകി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ നമുക്ക് കൃഷ്ണപ്രഭയുടെ വിശേഷങ്ങൾ ചോദിക്കാം. അപ്പൊ പറയൂ, പുതിയ പുതിയ വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ പറയൂ. പുതിയ സിനിമാ വിശേഷം ഈ അടുത്ത് റിലീസ് ആവാനുള്ള സിനിമയാണ് കോലുമിഠായി എന്ന് പറഞ്ഞിട്ട്. മിഠായി ആയിട്ടാണോ നീ? അല്ലല്ലേ. കോലുമിഠായില് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അതാണ് അങ്ങനെ കോലുമിഠായി എന്ന് പേരിട്ടിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് ചെയ്യുന്നത് ഗൗരവ് മേനോൻ. ഗൗരവ് മേനോൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ സുപരിചിതം ജിഗ്രു എന്ന് പറയുമ്പോഴാണ്. ഇപ്പൊ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ ജിഗ്രുവും പിന്നെ മീനാക്ഷി, അമർ അക്ബർ ആന്റണിയിലെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായി മാറിയ മറ്റേ മുല്ലയുടെ പട്ടുപാടി. അല്ല, സീരിയസ് ട്രാജഡി ആണോ എന്നുള്ളത് നിങ്ങൾ കാണുമ്പോൾ തീരുമാനിക്കണം. മീനാക്ഷിയുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്റ്റേജ് ഷോന്റെ പറയും. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും, നല്ലൊരു ക്ലാസിക്കൽ, എനിക്ക് തോന്നുന്നു ഒരു ട്രൂപ്പ് അടക്കം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ അറിയില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പറ. ഡാൻസ് സജീവമായിട്ട് തന്നെ പോകുന്നു. ക്ലാസിക്കൽ ട്രെയിൻഡ് ആയിട്ടുള്ളത് ഞാൻ ക്ലാസിക്കൽ ഡാൻസിലാണ്. പക്ഷെ നീ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ സിനിമാറ്റിക് ഡാൻസും നമ്മൾ ചെയ്യും. ക്ലാസിക്കൽ ഇതിൽ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ ഡിപ്ലോമ കോഴ്സ് ഭരതനാട്യം അലയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ കോഴ്സ് ഇറങ്ങി. വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ഉണ്ടായിരുന്നു, എന്ത് പറ്റിയെന്നറിയില്ല. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ഡാൻസ് ഡ്രാമയൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഒരു ഡാൻസ് ഡ്രാമ, സീത എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് ഡ്രാമ ചെയ്യുന്നത്.
അതൊക്കെയാണ് ഡാൻസിന്റെ വിശേഷങ്ങൾ. പിന്നെ ഓണം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഡാൻസും പിന്നെ പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോണു. നമ്മളെ തിരുവോണ ദിവസമായിട്ട് നല്ലൊരു തിരുവോണപ്പാട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഓണപ്പാട്ട് നമ്മുടെ ഈസി കുക്ക് ഓണരുചിക്ക് വേണ്ടിയിട്ട് പാടിയേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് അതെന്തിനാണെന്നറിയോ, നമ്മളിപ്പോ വെച്ചിരിക്കുന്ന ഇപ്പൊ ഈ കപ്പ കണ്ടില്ലേ, ഇങ്ങനെ ഞാൻ ചീകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഈസി കുക്കിലേക്ക് പാത്രം വെച്ചു, ഇത് നമ്മൾ ഓണാക്കി. ഇനി ഇത് പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിട്ട് പാട്ട് വേണം. ശരി, ഓക്കെ. അപ്പൊ ഓക്കെ, ഒരു നല്ലൊരു ഓണപ്പാട്ട് പാടാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണപ്പാട്ട്. എനിക്ക് വേണേൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്രിസ്മസിന് പറഞ്ഞിട്ടല്ലോ എനിക്ക് ക്രിസ്മസ് പാട്ടാ ഇഷ്ടം. അല്ലെന്ന്, ഓണപ്പാട്ടുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്റെ ദൈവമേ. ഓക്കെ, അപ്പൊ നല്ലൊരു ഓണപ്പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂ പാടും അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂ പാടും അഴകിൻ പാൽക്കടലായി. ദുരയിടുമലയിൽ നമുക്കു തുഴയാനമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ, പൂവേ പുലി പൂവേ പുലി പൂവേ പൂവേ. എന്റെ ദൈവമേ, നിങ്ങൾ പറ, ഇവള് 3 മാസമാണോ പഠിച്ചത് 30 കൊല്ലമാണോ പഠിച്ചത്? ഇന്ന് തീരുമാനിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നല്ലൊരു പാട്ടുകാരി, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നല്ലൊരു പാട്ടുകാരി, നല്ലൊരു നർത്തകി. പിന്നെ ഞാൻ ചോദിക്കട്ടെ, കോമഡിയിൽ കൂടെയാണ് വന്നത്, പിന്നെ എങ്ങനെയാണ് ഇപ്പൊ പലരും പറഞ്ഞൊക്കെ കോമഡി ചെയ്ത് കഴിഞ്ഞാൽ കോമഡി മാത്രമേ വിളിക്കുള്ളൂ? കാരണം നിന്റെ പാട്ട് കേട്ടപ്പോൾ വെള്ളം തിളച്ചു ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ കപ്പ് ഇടാം, എന്നിട്ട് നമുക്ക് ചോദിക്കാം. അപ്പൊ പറ, എങ്ങനെയാണ് ഈ പിന്നെ കോമഡിയിൽ നിന്ന് എങ്ങനെയാണ് ഈ സീരിയസിലേക്ക്? ചിലർ പറയല്ലോ കോമഡി ചെയ്ത് കഴിഞ്ഞാൽ കോമഡി തന്നെ വിളിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ, പക്ഷെ അങ്ങനെ കൃഷ്ണയുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ദിലീപിന്റെ ചേച്ചിയായിട്ട്, പകത്തിന്റെ ചേച്ചിയായിട്ട്, ഓക്കെ, പകത്തിന്റെ ചേച്ചിയായിട്ടൊക്കെ അഭിനയിച്ച സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പൊ. അല്ലെങ്കിൽ രണ്ടും തമ്മിൽ മാറിപ്പോയത്, പകതിന്റെ ദിലീപിന്റെ തമ്മിൽ. അപ്പൊ എങ്ങനെയാണ് ഈ ചേച്ചിയും അനിയത്തിയൊക്കെയായിട്ട് ചെയ്യാൻ പറ്റിയത്? എങ്ങനെയാണ്? നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പൊതുവേ ഒരു ധാരണ ഉള്ളതാണ്, കോമഡി ചെയ്ത് വരുമ്പോൾ കോമഡി മാത്രമാണ് ആൾക്കാരിൽ, അത് ചെയ്യാൻ വേണ്ടി മാത്രമേ വിളിക്കുള്ളൂ. സീരിയസ് ചെയ്താൽ അങ്ങനെ ഇപ്പൊ ചിലർ പറയില്ലേ, പോലീസുകാരന്റെ ഒരു ക്യാരക്ടർ അല്ല, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു കേട്ടോ മലയാള സിനിമയിൽ. പക്ഷെ ഇപ്പോ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പല കൂട്ടുകാരും സിനിമ ഡയറക്ടേഴ്സും എല്ലാവരും വന്നപ്പോ പിന്നെ ഇപ്പൊ കുറെ മാറിയല്ലോ, സിനിമയുടെ ഒരു രീതി തന്നെ ഇപ്പൊ മാറി. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഞാൻ ആ രീതിയിൽ ഉണ്ടായിരുന്നു അവരുടെ കണ്ണിൽ. അപ്പം കോമഡി റോൾസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത്, കൊമേഴ്ഷ്യൽ സിനിമയിൽ ഞാൻ ചെയ്യുന്നത് രഞ്ജിത്ത് സാറിന്റെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിലായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷമായിരുന്നു സത്യൻ സാറിന്റെ ഇന്ത്യൻ പ്രണയകഥയില് ഫഹദിന്റെ ചേച്ചിയായിട്ടുള്ള ക്യാരക്ടർ. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം അത് ഞാൻ തിയേറ്ററിൽ ആ പടം കാണാൻ പോകുമ്പോൾ, ഞാൻ ഫസ്റ്റ് ഡേ പടം കാണാൻ പോവാം. അപ്പോൾ എറണാകുളത്തെ തിയേറ്ററിൽ പടം കാണുമ്പോൾ എൻ്റെ പടം തുടങ്ങി എൻ്റെ സീൻ വന്നു തുടങ്ങിയപ്പോഴത്തേനും ആര് ഫ്രണ്ടിൽ വിളിച്ചു വന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവരുടെ വിചാരം ഡയലോഗ് പറയാനായിട്ട് വരുന്നുണ്ട്. അത് എന്റെ ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത്, ഞാൻ അതിൻ്റെ അകത്തൊരു നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരൊറ്റ സീനിൽ മാത്രം നേഴ്സിൻ്റെതായിട്ടുള്ള യൂണിഫോമിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സീനായിരുന്നു. അപ്പം ഇവരെ വിചാരിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഞാനൊരു കോമഡി പറഞ്ഞായിരിക്കും വരുന്നത് എന്നുള്ളത്. പക്ഷെ പിന്നീട് അത് ഒരു സീരിയസ് ക്യാരക്ടറാണെന്ന് അത് ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ജീത്തു ജോസഫ് സാറിൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞിട്ട് ദിലീപേണ്ട പെങ്ങളായിട്ടുള്ള, അതൊരു പക്ക ക്യാരക്ടർ റോള് തന്നെയായിരുന്നു. കാരണം കോമഡിക്ക് കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ഭാഗം ചെയ്യുന്നുണ്ട്. പിന്നെ ചേട്ടനോടുള്ളൊരു ഇഷ്ടം കാണിക്കുന്ന ഒരു പെങ്ങള് മോളിക്കുട്ടി എന്ന് പറഞ്ഞിട്ട്, ജോസൂട്ടിയുടെ ഭയങ്കര പ്രിയപ്പെട്ട പെങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ, എനിക്ക് മാറി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നമുക്കിപ്പോ ഇത് ഇപ്പൊ എല്ലാവർക്കും ചെന്ന് പറയാൻ പറ്റില്ലല്ലോ ചെയ്യണം. അതെ, പക്ഷെ അവര് ചിലപ്പോ കണ്ടപ്പോ വിചാരിച്ചു കാണുമായിരിക്കും ഇവര് ഈ ക്യാരക്ടറിലേക്ക് മാറിയാൽ നല്ലതായിരിക്കും എന്ന് അവർക്ക് വിചാരിച്ചുകൊണ്ട് അവരെന്നെ വിളിച്ചു. അത് ചിലപ്പോ എന്റെ ഭാഗ്യമായിരിക്കും, ചിലപ്പോ എന്നല്ല എന്റെ ഭാഗ്യമായിരുന്നു അങ്ങനെ മാറി
എങ്ങനെ മാറിയെന്ന് വെച്ചാൽ എനിക്കൊരു കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ അല്ല അത് അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് കണ്ടാൽ അറിയാലോ ഇവർക്ക് സീരിയസ് ചെയ്യാൻ പറ്റും ഒരു ഡയറക്ടർക്ക് എന്തായാലും പിന്നെ മനസ്സിലാവും. പൊതുവെ ധാരണ മാത്രമല്ല ഒരു എന്താ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. കോമഡി ചെയ്യുന്നവർ പ്രത്യേകിച്ച് ഒരു പെട്ടെന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതാ നമ്മുടെ കപ്പ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാല് കാച്ചാം. ഓക്കെ, പാൽ ഇഷ്ടമാണോ? പായസം ഇഷ്ടമാണോ? പിന്നെ പ്രത്യേകിച്ചും വെളുത്ത പായസമേ ഞാൻ കഴിക്കാറുള്ളൂ. ഞാൻ ഈ വെളുത്തൂർക്ക് വന്ന വെളുത്ത പായസം ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. അതല്ല, ശർക്കര പായസം പൊതുവേ എന്തോ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവാ. ഈ കറുത്ത പായസം ഒന്നും കഴിക്കില്ല, എന്നിട്ട് എല്ലാവരും കളിയാക്കാൻ കറുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കാം. ഞാൻ ചോദിക്കട്ടെ, പാചകമൊക്കെ അറിയോ? അത് ആദ്യം ചോദിക്കട്ടെ. അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള, അതായത് സ്വയം എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള തരത്തിലുള്ള പാചകം മാത്രമേ ചെയ്യുള്ളൂ. നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ ഇന്നാളെ നിന്നെ വിളിച്ച് പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരു ചായ പോലും കാച്ചാൻ അറിയാത്ത ആള് പുഡിംഗ് ചായ ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. കാരണം ഞാൻ ദിവസം ഒരു 10 ചായയെങ്കിലും കുടിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ അത് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ അത് പഠിച്ചേ പറ്റുള്ളൂ അല്ലേ? ചായയോടാണ് പ്രിയം കൂടുതൽ. അപ്പൊ എനിക്ക് ഇത് നിനക്ക് എന്തായാലും പഠിക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പാല് വെച്ചു, പാല് തിളച്ചു, ഇതിലേക്ക് നമ്മള് ഈ പുഡിങ്ങും കസ്റ്റേർഡൊക്കെ ഇതുപോലെ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ പായസത്തിനടുക്ക് നീ പുഡിങ് പറയില്ല, പുഡിങ് ആയി പോകും. അത് ഞാൻ കാര്യം അഭിമാനത്തോടു കൂടി ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളില് ഗൾഫ് പ്രോഗ്രാം ചെയ്യുന്ന, അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോയത് നീയാണോ? ഏറ്റവും കൂടുതൽ ഞാനൊന്നല്ല, എനിക്ക് തോന്നുന്നു അമ്മേനെ കൊണ്ടുപോകുന്ന വ്യക്തി നീ ആയിരിക്കും. പാല് തിളച്ച ഈ കപ്പ നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, കാരണം വീട്ടമ്മമാരൊക്കെ ആ കപ്പ ഇപ്പോഴും പറഞ്ഞ് നോക്കിയിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതാ നമ്മൾ ആ കപ്പ ഇതിനകത്ത് ഇട്ടു. എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. നിങ്ങൾ ഓണത്തിന് വേറൊരു പായസം ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോ? ഇവരിപ്പോൾ ഉണ്ടാക്കി. എന്നാലും നമുക്ക് പെട്ടെന്ന് ഒരു കപ്പ വെച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഈ പായസം കൂടെ ഉണ്ടാക്കാം. കാരണം എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഞാൻ സേമിയ പായസം പോലെ തന്നെയാണ് കാണുമ്പോഴും. അതെ, സേമിയ പായസം ആണെന്ന് തെറ്റിദ്ധരിക്കും, പക്ഷേ സേമിയ പായസം അല്ലേ, ഇതാണ് കപ്പ പായസം. ഓക്കെ, അപ്പം ശരിക്കും പായസം റെഡി എന്ന് പറയാം. ഇനിയിപ്പോൾ പായസം റെഡിയായി. ഇനി നമ്മൾ ശരിക്കും നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്ത് ഇതിലേക്ക് ഇട്ടാൽ നമ്മുടെ കപ്പ പായസം റെഡി. ഇതിൽ നമ്മളെ നായകൻ എന്ന് പറയുന്നത് കപ്പയാണ്. അപ്പോൾ തിരുവോണ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കൃഷ്ണയുടെ എല്ലാ വിശേഷങ്ങളും കേട്ട് സന്തോഷത്തിലാണെന്നറിയാം. അപ്പോൾ എൻ്റെ പായസവും വളരെ സന്തോഷത്തിലാണ്. കാരണം ദിവസം നന്നായിട്ട് വന്നു. പിന്നെ വേറെ എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് എന്റെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ സ്പെഷ്യലായിട്ട് 1 മുതൽ ഞാൻ ഈ കേരള വിഷനിൽ തന്നെയാണ്. കാരണം കുറെ വീട്ടമ്മമാരുടെ കൂടെ പാചകം ഇന്നത്തോട് പോയിരുന്നു. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയിട്ട് ഇവർക്ക് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന നല്ലൊരു പായസം തന്നെയല്ലേ. എനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം അല്ലെ? നിന്നോടും കൂടിയാണ് പറയുന്നത്. ഇതുപോലുള്ള എളുപ്പപ്പണികളൊക്കെ. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ വേഗം ഒരു നല്ലൊരു സിനിമാ പാട്ടും കൂടെ പാടി നമുക്ക് ഈ പായസത്തിനെ ഇറക്കി വെക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമാ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഓണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓണത്തിന്റെ 2 പാട്ടുകളൊക്കെ ആയിരുന്നു. അല്ല, സിനിമാ പാട്ടുകൾ ഇപ്പൊ പെട്ടെന്ന് പാടാൻ പറയുമ്പോ പുതിയ പാട്ടുകളാണ്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും പാടിയാ മതിയോ? കൃഷ്ണ അഭിനയിച്ച പടത്തിലെ പാട്ട്. ശരി, ഞാൻ ജോസൂട്ടിലെ പാട്ട് പാടട്ടെ. ജോസൂട്ടിലെ പാട്ട് പാടുന്നതിന് മുന്നേ നമുക്ക് ഈ എല്ലാം റെഡി ആയിട്ട് ഇറക്കി വെച്ചിട്ട് പാടണോ അതോ അതിന് മുന്നേ പാടണോ? എല്ലാം റെഡി ആയിട്ട് ഇറക്കി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതെ അതെ, നിന്റെ പാട്ടിന് വേണ്ടി അല്ലെ, നിങ്ങൾ എല്ലാവരും പാട്ടിന് വേണ്ടി കാത്തിരിക്കാതെ എനിക്കറിയാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ പായസം റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറുക്കിയെടുക്കാം. കുറുക്കണ്ട, കാരണം കുറുക്കി കഴിഞ്ഞാൽ കപ്പ ഇത്തിരി കട്ട പിടിച്ച് പോകാൻ ചാൻസ്. ഇതാവുമ്പോൾ കറക്റ്റ് ലൂസായിട്ട് സേമിയം പോലെ തോന്നും. ഞാൻ പറഞ്ഞില്ലേ സേമിയ പായസം ആണെന്ന് വിചാരിക്കാം. എന്നാലും ഇത് കപ്പ പായസം ഓക്കെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കൃഷ്ണപ്രഭ ഇത് ഇറക്കി വെക്കുന്നതായിരിക്കും. നീ ഒരു സ്ഥലം പിടിച്ചാൽ മതി. വലിയ ദേശീയ കുക്ക് ആയതുകൊണ്ട് വലിയ ചൂടൊന്നും കാണൂല. ഒരു പാൻ പിടിച്ചാൽ മതി. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഇറക്കി വെച്ചു. നമുക്കിതിനി കടുക് വറത്തിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് വറുത്ത് കഴിഞ്ഞാൽ ഇത് ബാക്കിയുണ്ട്. കാരണം വന്നപ്പോ മുതൽ ഞാൻ തടിക്കൂന്ന് പറഞ്ഞപ്പോ ആള് പെട്ടെന്ന് അവിടെ വെച്ചു. ചുമ്മാതെ അത് അവള് ഇതാവാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. അപ്പൊ തവ ചൂടാവട്ടെ. ചൂടാവണമെങ്കിൽ നിന്റെ പാട്ട് എന്റെ പാട്ട് വേണോ? വേണ്ടല്ലേ? ശരിയാ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു 2 വരി പാടാം. പക്ഷെ അതൊരു സെന്റി പാട്ടായി പോകുന്ന എനിക്കല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മണിച്ചേട്ടൻ്റെ കൂടെ നാടൻപാട്ട് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ
മണിച്ചേട്ടന് ഇല്ലാത്തൊരു ഓണാഘോഷത്തെ കുറിച്ച് തന്നെ നമുക്കൊരു 2 വരി പാടിയേക്കാം അല്ലേ? ഈ കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചി, കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ, കുട്ടേട്ടൻ നമ്മക്ക് കുടപ്പീറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട. അടിപൊളി. ഇപ്പൊ തിരുവോണത്തിന്റെ ദിവസം ഓണം വേണ്ടാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സങ്കടമായതല്ലേ? അതായത് മണിച്ചേട്ടന്റെ വീട്ടുകാരുടെ ഒരു മണിച്ചേട്ടനെ ഓർക്കാതിരിക്കാനുള്ള ഒരു വഴി അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു അയ്യോ അത് പറയാൻ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മണിക്കൂർ വേണ്ടി വരും പറയാൻ. കാരണം ഇത്രയും കൂടുതൽ എന്നെ നാടൻ പാട്ടിന്, അപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ചുട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എന്നെ നാടൻ പാട്ടിന് ഇത്രയും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരാളില്ലെന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ മണിച്ചേട്ടൻ സ്റ്റേജിൽ പറയുക എന്താ അറിയോ, എന്നെ വേദിയിലേക്ക് വിളിക്കുമ്പോൾ അടുത്തായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്നെക്കാട്ടും നന്നായിട്ട് നാടൻ പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പൊ പറയുന്ന മണിച്ചേട്ടനും അറിയാം, കേൾക്കുന്ന നാട്ടുകാർക്കും അറിയാം, പാടാൻ പോകുന്ന എനിക്കും അറിയാം മണിച്ചേട്ടന്റെ ഏഴായാലത്ത് ഞാൻ പാടുന്നത്. പക്ഷേ അത് പറയുമ്പോൾ നമ്മളെപ്പോലത്തെ ഒരു കലാകാരിക്ക് കിട്ടും. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് കുറച്ചുകൂടെ നന്നാക്കണം എന്ന് നമുക്ക് തോന്നും. അതെനിക്ക് തോന്നുന്നു എൻ്റെ മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നെയ്യ് ചൂടായി കാരണം എൻ്റെ ഡയലോഗ്. അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇടാം, പൊട്ടിച്ചിടാം. കാരണം പൊട്ടിച്ചോ, ഇതൊക്കെ എളുപ്പപ്പണിയല്ലേ, സിമ്പിൾ പണി. ഇടട്ടെ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വേഗം ചൂടാകുന്ന ഗ്യാപ്പില്. വീട്ടില് അമ്മ ഉണ്ട്, എനിക്കൊരു ചേട്ടനാണുള്ളത്, ചേട്ടൻ ഉണ്ണികൃഷ്ണൻ. ചേട്ടൻ ചങ്ങനാശ്ശേരി പേപ്പർ മില്ലിൽ വർക്ക് ചെയ്യാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അമ്മ ഷീല, അമ്മയുടെ പേര് പറയാൻ മറന്നുപോയി. ഞങ്ങൾ 3 പേരാണ് വീട്ടിലുള്ളത്. അച്ഛൻ പ്രഭാകരൻ നായർ, അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 14 വർഷത്തോളമായപ്പോൾ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു ഞങ്ങൾ 3 പേരേ ഉള്ളൂ, കുഞ്ഞു കുടുംബം. പിന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചുനാൾ മുതലേ ഡ്രൈവിംഗ് ഒരു വീക്ക്നെസ് ആണല്ലേ? അതെ, എന്നെ ആൾക്കാർ കൂടുതൽ ഇപ്പൊ ഡാൻസോ പാട്ടോ ഒക്കെ പറഞ്ഞറിയണേക്കാൾ കൂടുതൽ ഞാനൊരു ഡ്രൈവറാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ. ഒന്നാമത് ആൾ ഇത്ര പൊടി ഉള്ളെങ്കിലും താല്പര്യം കൂടുതൽ. ഓക്കെ, അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇത്ര ചൂടായാൽ മതി. കുറച്ച് മുന്തിരി ഇടാം, നിന്റെ ഇഷ്ടത്തിന് ഇട്ടോളൂ. കുറച്ചിട്ടാ മതി കേട്ടോ. കുറച്ച് ചിലപ്പോ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ഇട്ടോ സ്പീഡാക്കിക്കോ നമ്മളെ സാധനമൊക്കെ. ഞാനേ ഒരു പ്രാവശ്യം ഇതുപോലെ അമ്മ ഇങ്ങനെ എന്തോ പായസമൊക്കെ ഉണ്ടാക്കിയപ്പോ എന്നോട് ഇത് ഇങ്ങനെ വറക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യം പക്ഷെ അണ്ടിപ്പരിപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ കിസ്മിസ് എടുത്തിട്ട്, അപ്പൊ അത് കരിഞ്ഞാ പോയി. കരിഞ്ഞങ്ങനെ ഒരു വാചകം കേട്ടിട്ടാണ് തോന്നുന്നത് കരിയാൻ പോകുന്നില്ല. അപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അത് ശരിക്കും ലാസ്റ്റ് ഇടണോ അല്ലേ? അതെ അതെ. ഓക്കെ, ഇല്ല വേണ്ട, നമുക്ക് ഈ കപ്പയൊക്കെ ആയതുകൊണ്ടേ. അല്ലെങ്കിൽ തന്നെ ഏകദേശം കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാവുമല്ലേ? ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവനവന്റെ ബോഡി തന്നെയാണ്. ഇപ്പൊ എല്ലാവരും എത്ര പ്രായമുള്ള പിള്ളേരുടെ അമ്മമാരെ കണ്ടാലും കോളേജിൽ പഠിക്കുന്ന പിള്ളേരുടെ പോലെ ഇരിക്കണം. അതെ അതെ. പണ്ട് നമ്മൾ സന്തൂർ സോപ്പ് തേക്കണം എന്ന് പറയും, പക്ഷേ ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരുന്നാലും. അപ്പൊ എന്തായാലും തിരുവോണ ദിവസം എനിക്ക് തോന്നുന്നതാ നല്ല ഒരു പായസം നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായില്ലേ? തിരുവോണല്ലോ എന്റെ പൊന്നെ, പരിപാടി പൊളിഞ്ഞു അല്ലെ? തിരുവോണ ദിവസം ഇവിടെ നാട്ടിക്കാനായിട്ട് വന്നാണെന്ന് തോന്നുന്നു. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വീട്ടമ്മമാരെങ്ങനോട് ക്ഷമിക്കണം. നിങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു അബദ്ധമല്ലേ അല്ലേ? നമ്മളിത് വേണമെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല. ആക്ച്വലി അതിലൊക്കെ ഇടാൻ മറന്നു പോയതാണ്. എല്ലാരും ശ്രദ്ധിക്കണം. വീട്ടിൽ നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കപ്പ പായസം ഉണ്ടാവും, ഏലക്കായ ഇടാൻ മറക്കരുത്. അല്ലല്ല, പൊടിച്ചിടുക ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ പിന്നെ എല്ലാ സ്ഥലത്തും കൃഷ്ണപ്രഭയ്ക്ക് വന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പൊ തിരുവോണ ദിവസമായി ഞാൻ ഗംഭീര കുക്ക് ആവണമെന്നൊന്നുമില്ല. കാരണം ഞാനിപ്പോ അതെ അതെ അതെ, നല്ലൊരു വീട്ടമ്മ ആവണമെന്നോ പാചകമാണെന്നോ ഒന്നുമില്ല. പായസത്തിൽ ഏലക്കായ ഇടണമെന്ന് ഏത് അപ്പൊ ഇത് മണത്തിന് വേണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും പൊടിച്ചിട്ടില്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ അല്ല കേട്ടോ, ഏലക്കായ നിർബന്ധമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനി അഥവാ ഇനി പൊടിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ തൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ആ ഏലക്കായ ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ടാ മതി. അപ്പൊ നല്ല മണം വരുന്നില്ല ഏലക്കായിന്റെ, കണ്ടില്ലേ? അപ്പൊ ഏലക്കായ ഇട്ടില്ലെങ്കിൽ എന്ത് പറ്റിയെന്നൊക്കെ. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്, കാരണം ക്ലൈമാക്സ് പൊളിഞ്ഞു പോയത്. എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം. തിരുവോണ ദിവസം ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പാചകം നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെന്നറിയാം അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ രണ്ടുപേരും കോമഡിക്കാരായതുകൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം തന്നെ ട്വിസ്റ്റ് തന്നെ ഇവർക്ക് കിട്ടി. അപ്പൊ എന്തായാലും
എല്ലാവർക്കും എൻ്റെ വക തിരുവോണ ആശംസകൾ. ഇനി എൻ്റെ വകയും ഹൃദയം നിറഞ്ഞ തിരുവോണത്തിന് ആശംസകൾ.